എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് അങ്ങനെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഈ ഇലക്ഷനോടനുബന്ധിച്ച് നേരത്തെ ലഭിക്കാൻ വേണ്ടി പോകുന്നു. 10 ആഴ്ചകൾക്കുള്ളിലായിട്ട് 6000 രൂപ വരെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തെ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ ഇത് ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അർഹതപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ ഇത് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മളും നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ നാട്ടുകാർക്ക് ഇത് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കണം. ഇല്ല എങ്കിൽ അങ്ങനെ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് എത്തിക്കണം, അല്ലെങ്കിൽ ഈ വിവരം ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പറഞ്ഞു വരുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ സഹായമായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയെക്കുറിച്ചാണ്. 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് വിവാഹിതരല്ല എങ്കിൽ അവിവാഹിത പെൻഷൻ ലഭിക്കും. 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് വിധവാ പെൻഷൻ ലഭിക്കും. പ്രായപരിധി ഇല്ലാതെ ഭിന്നശേഷി പെൻഷനും ഭിന്നശേഷിയുള്ള ആളുകൾക്ക് ലഭിക്കും. മാസം 2000 രൂപയാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് സഹായമായിട്ട് ലഭിക്കുന്നത്. ഇത് കൂടാതെ വാർദ്ധക്യ പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കും ലഭിക്കുന്നതാണ്. ജനന സർട്ടിഫിക്കറ്റിന്റെയും ആധാർ കാർഡിന്റെയും അടിസ്ഥാനത്തിൽ അപേക്ഷ നൽകാം. വയസ്സ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രേഖകൾ ഇല്ല എങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് മുഖാന്തരം അപേക്ഷ നൽകാവുന്നതാണ്. ഇത് പല ആളുകൾക്കും അറിയാത്തതുകൊണ്ട് തന്നെ സഹായം നഷ്ടപ്പെടുന്നു. ഈ ഒരു ആനുകൂല്യം മാസാമാസം ലഭിക്കുന്ന 2000 രൂപ ലഭിക്കാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ കാര്യം മറ്റുള്ള ആളുകളിലേക്ക് കൂടി എത്തിക്കേണ്ടതുണ്ട്. അക്ഷയ കേന്ദ്രങ്ങളിലൂടെ അല്ലെങ്കിൽ CSC സേവാ കേന്ദ്രങ്ങളിലൂടെ നമുക്ക് ഈ പദ്ധതിയിലേക്ക്, ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കാണ് ഇത് അപേക്ഷ നൽകുന്നത്. ഫീൽഡ് തല അന്വേഷണത്തിന് ശേഷം വീടുകൾ കയറിയിട്ടുള്ള പരിശോധനകൾക്ക് ശേഷം പെൻഷൻ അനുവദിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസം മുതൽ 2000 രൂപ അക്കൗണ്ടുകളിലേക്കോ കയ്യിലേക്കോ എത്തിച്ചേരുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ കാർഡിന്റെ കോപ്പി, 1 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡിന്റെ കോപ്പി ഇവയൊക്കെയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ അർഹതപ്പെട്ടിട്ടുള്ള ആളുകൾ ഇനിയും അപേക്ഷിക്കാത്തവരുണ്ട് എങ്കിൽ അപേക്ഷ നൽകണം. സ്വന്തമായി ആവശ്യത്തിന്, അതായത് റേഷൻ കാർഡിൽ ഉള്ള ആരുടെയെങ്കിലും പേരിൽ 1000 CCക്ക് മുകളിലുള്ള വാഹനം, 2 ഏക്കറിലധികം ഭൂമി, 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്, വീട്ടിൽ അത്യാധുനിക സൗകര്യങ്ങളായിട്ടുള്ള AC, മുറ്റത്തെ ഫ്ലോറിംഗ് ടൈൽ പാകിയിട്ടുണ്ടാകുക, ഇങ്ങനെയൊന്നും ഇല്ലാത്തവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ഇതൊക്കെ ആധുനിക സൗകര്യങ്ങളൊക്കെ ജീവിത ചുറ്റുപാടുകൾ നോക്കി അയോഗ്യതകളാക്കി ഫീൽഡ് തലത്തിൽ വരുന്ന ഉദ്യോഗസ്ഥർ, പഞ്ചായത്തിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥർ അയോഗ്യതകളാക്കി കണക്കാക്കിയാൽ അവർക്ക് പെൻഷൻ ലഭിക്കില്ല. അപേക്ഷ 1 ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവർക്ക് നൽകാം എങ്കിലും ഇത്തരം മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പെൻഷൻ തള്ളപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വിവാഹിതരല്ലാത്ത സ്ത്രീകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വിധവകളായിട്ടുള്ള സ്ത്രീകളുണ്ടെങ്കിൽ, 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീ പുരുഷ ഭേദമന്യേ 1 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ അവർക്ക് ഈ 2000 രൂപ മാസം അർഹതപ്പെട്ടതാണ്. അതിലേക്ക് അപേക്ഷ ഇതുവരെ നൽകാതെ ഈ ഒരു സഹായം ലഭിക്കുന്നില്ല എങ്കിൽ ഉടനെ അപേക്ഷ സമർപ്പിക്കുക. ഇപ്പോൾ നമുക്ക് ലഭിക്കാൻ ഇനി പോകുന്നത് മാർച്ച് മാസത്തെ പെൻഷനാണ്. മാർച്ച് മാസത്തെ ഇത് കഴിഞ്ഞാൽ ഏപ്രിൽ മാസത്തെ പെൻഷനും നേരത്തെയാണ്, ഏപ്രിൽ 9 മുമ്പ് ലഭിക്കും. വിഷു കാരണം എന്ന് പറഞ്ഞിട്ട്, കാരണം അതൊന്നല്ല, കാരണം നിയമസഭാ ഇലക്ഷനാണ്. നേരത്തെ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട്, മുൻകൂറായിട്ട് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉത്തരവൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങളെ കാണിച്ചതാണ്. അപ്പോൾ ഇതിന് അർഹതപ്പെട്ടിട്ടുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ അപേക്ഷ നൽകണമെന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ദൂരേക്കും ബൈ.